ബഹുമാനപ്പെട്ടവർ എഴുതിയ ഖുത്ബയല്ലേ വെള്ളിയാഴ്ച നമ്മൾ ഓതാറുള്ളത്, അത് തന്നെ നമ്മൾ ഓതണം. അത് ബർക്കത്തുള്ള ഖുത്ബയാണ്. അതിലെ ഖബറിനെ പറ്റിയുള്ള ഒരു ഭാഗമുണ്ട്, അതങ്ങ് ചൊല്ലിക്കൊടുത്തു. കുറെ വിഷയം അതിലുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. നിന്റെ വാതുറക്കൂ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ തുഫലം വേണോ? അവിടുത്തെ മൂത്രം കുടിച്ചില്ലേ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ? കുടിച്ച് നേരം വെളുത്തപ്പോൾ റസൂൽ പറഞ്ഞു, രാത്രിയിൽ മുത്തുനബിക്ക് പ്രായമായ ശേഷം അവിടത്തേക്ക് വിഷമമുള്ള കാലത്ത് അവിടുന്ന് രാത്രിയിൽ മൂത്രമൊഴിക്കാൻ പുറത്തു പോകാൻ പ്രയാസമായപ്പോൾ അവിടെയുള്ള ഒരു കിണ്ടിയിൽ അതാ മൂത്രിച്ചിരുന്നു. മുത്തുനബി പള്ളിയിൽ നിന്ന് ഉമ്മു ഐമനോട് പറഞ്ഞു വന്നപ്പം, ആ വെള്ളമെടുത്ത് അതെടുത്ത് പുറത്തു കൊണ്ടുപോയി ഒഴിക്കുക, ഞാൻ അതിൽ മൂത്രിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. ഉമ്മു ഐമൻ പറഞ്ഞു, നബിയെ ഞാനത് കുടിച്ചുപോയി, മൂത്രമാണെന്ന് ഞാൻ അറിയില്ല. ഹദീസിലില്ലേ, ആ മൂത്രമാണെന്ന് ഞാൻ അറിയില്ല. സഹോദരന്മാരെ ചിന്തിക്കൂ, അല്ലാഹു ആയന്റെ നേരെ മൂക്ക് തന്നത് എന്തിനാണ്? എന്തെങ്കിലും കുടിക്കുമ്പോ അത് കുടിക്കാൻ പറ്റിയതാണോ അല്ലേ എന്നുള്ള സ്മെല്ല് കൊണ്ടറിയാൻ. ഈ മൂത്രത്തിന് ഒരിക്കലും തന്നെ ദുർഗന്ധമില്ല, ശുദ്ധജലത്തിന്റെ ശുദ്ധിയാണ്, അതിനപ്പുറമാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ അറിഞ്ഞില്ല. നമ്മൾ മൂത്രത്തെ പറ്റി ചിന്തിക്കൂ, കുടിക്കാൻ കഴിയുമോ? പുളി വരൂലേ? മുത്തുനബിന്റെ പ്രായമായ കാലത്തുള്ള മൂത്രം, അതും 10, 40, 60 വയസ്സായാൽ മൂത്രത്തിന് വല്ലാത്ത കട്ടിയുണ്ടായിരിക്കും. ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. ആ മൂത്രം നല്ല ശുദ്ധജലം പോലെയാണ് മഹദിക്ക് അനുഭവപ്പെട്ടത്. കുടിച്ചിട്ടുണ്ട്. മുത്തുനബിന്റെ അത്രയും സാധനങ്ങളൊന്നും നജസല്ല എന്നാണ് നല്ല ജമ്മും കസീറൂൻ കുറെ പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് തുഹ്ഫയിൽ കാണാം. പക്ഷേ മുത്തുനബിക്ക് അത് ശുദ്ധിയാക്കൽ, അത് പുറപ്പെട്ടാൽ കഴുകൽ നിർബന്ധമുണ്ട്. അത് നജസായ പേരിലല്ല, അതൊരു കൽപ്പന മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂൽ അത് കുടിച്ചതായ ഉമ്മു ഐമൻ അറിയാതെ കുടിച്ചു നബിയെ. റസൂലുള്ള റസൂലുള്ള പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ലാ തത്തബിഈൻ, നിനക്ക് നീ വിശക്കുകയില്ല. ഉമ്മു ഐമൻ എത്ര ഭക്ഷണം കിട്ടിയില്ലെങ്കിലും മരണം വന്നിരുന്നില്ല. ആ മൂത്രത്തിന്റെ മഹത്വമാണത്. അല്ലാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെട്ട ഓരോ സാധനത്തിനും വലിയ ബഹുമാനമാണുള്ളത്, വലിയ ബഹുമാനമാണുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപനീർ ഉറക്കത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഉബാദത്തുൽ മിസ്രി തങ്ങളുടെ വായിലേക്ക് കിട്ടി. പിന്നെ അവിടുന്ന് ഉണർന്നപ്പോൾ അവിടുത്തെ കണ്ണുകൾ നിൽക്കുന്നില്ല, കരയുകയാണ്. ആളുകളോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, നിർബന്ധ വാക്കുകൾ മാത്രം. ഞാൻ മുത്തുനബിയെ കണ്ടിരുന്നു. അവിടുത്തെ ശിഷ്യന്മാരും കുടുംബങ്ങളും വെള്ളം കൊണ്ടുവന്ന് കൊടുത്ത് കുടിക്കുന്നില്ല, ഭക്ഷണങ്ങൾ കൊണ്ടുവന്നൊത്ത് കഴിക്കുന്നില്ല. എനിക്ക് വേണ്ട, എനിക്ക് തങ്ങളുടെ ഉപനീര് കിട്ടിയിട്ട് ഞാൻ വായിലേക്ക് ഞാനൊന്നും വെക്കൂല. കരയൽ തന്നെ മരിക്കണം. ആ ഇതിലേക്കണം. ബഹുമാനപ്പെട്ടവർ അതിന്റെ 15ാമത്തെ ദിവസം ഒന്നും കഴിക്കാതെ വഫാത്തായിപ്പോയി. സാലിഹീങ്ങൾ എത്രയാണ് അങ്ങനെ കഴിച്ചത്? എത്ര ആളുകളാണ് അതുപോലെ കഴിച്ചത്? അല്ലാഹു കാണാണ്ട് നമ്മളൊക്കെ അവിടുത്തെ ആരെങ്കിലും അല്ലാഹുവിനെ ഒരുമിച്ച് കൂട്ടണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും തന്നെ ചെറിയതല്ല. എല്ലാ നിലക്കും റഹ്മത്തിന്റെ ഉടമയാണ്, എല്ലാ നിലക്കും സ്നേഹത്തിന്റെ ഉടമയാണ്. ആരെയും അവിടുത്തെ ഉമ്മത്തിനെ ഒരു മെമ്പറേയും അവിടുന്ന് കൈയൊഴികയില്ല. ഇൻഷാ അല്ലാഹ്. ഇന്ന ശഫാഅത്തി യഹ്മിൽ കബാഇർ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. വൻകുറ്റവർക്ക് ശഫാഅത്ത് ചെയ്യാൻ ഏറ്റെടുത്ത നേതാവ് ലോകത്തുണ്ടോ സഹോദരന്മാരെ? അല്ലാഹുവിന്റെ റസൂൽ ചെറിയതല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബത്ത് അല്ലാഹു നമുക്ക് ഏറ്റിത്തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തോട് ബന്ധം നമുക്ക് നൽകട്ടെ. ലഹു ഫീ തയ്ബത്തിൻ അഇലാ മഖാമി ലദൈഹിൽ ഖൈറു അജ്മഉഹു മുഖീമു സ്വലാത്തുല്ലാഹ് അലൽ ഹാദി അമീന ഇമാമിൽ അംബിയാ വൽ മുർസലീന. അവിടുത്തെ അരികിൽ എല്ലാ ഖൈറുകളുമുണ്ട്, എല്ലാ ഗുണങ്ങളുമുണ്ട്. ചെന്നവർക്ക് ഇഷ്ടം പോലെ വാരിക്കൊടുത്തിട്ടുണ്ട്, കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ അരികിൽ ഒരു ജിഫ്രി കുടുംബത്തിൽപ്പെട്ട സയ്യിദ് വന്നിരുന്നു.
സയ്യിദുമാരോട് നമുക്ക് വല്ലാത്ത ബഹുമാനന്റെ നമ്മളെ കയ്യിലൊന്നുമില്ല. ഇതാണ് ബഹുമാനത്തിന് കാരണം. ബഹുമാനിക്കാത്തവരുണ്ട്, കാരണം അവരെ കൈക്ക് ഇഷ്ടംപോലെ ഉണ്ട്, പിന്നെ മറ്റൊരാൾക്ക് കിട്ടണ്ടല്ലോ. ഞമ്മക്കങ്ങനെയല്ല, നമ്മളെ കയ്യിലൊന്നുമില്ല. മുത്തുനബിന്റെ രക്തമോടുന്ന കുടുംബത്തിലൊരു മെമ്പറൊക്കെ ഉണ്ടാവുന്ന നാടനായാലും ഞമ്മക്ക് ബഹുമാനമാണ്. അതിന് ഗ്രൂപ്പ് നമ്മൾ നോക്കാറില്ല. ബഹുമാനപ്പെട്ട മുത്തുനബിന്റെ കുട്ടികൾ നമ്മളെ കാണുമ്പോൾ നമുക്ക് വല്ലാതെ ആനന്ദമുണ്ടാവാറുണ്ട്. അവരെ കൈ നമ്മൾ ചുമിക്കാറുണ്ട്. അതല്ലേ ഇവിടെ 50 തങ്ങന്മാരെ ബഹുമാനപ്പെട്ട സലാം ഉസ്താദ് ഇങ്ങോട്ട് ക്ഷണിച്ചത് വെറുതെ അല്ലല്ലോ സഹോദരന്മാരെ. അതൊക്കെ നമ്മൾ വലിയ കാര്യങ്ങളായി കണക്കിലെടുക്കുന്നത് ചെറിയതല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടി വന്നപ്പോ സംസാരിച്ചു കഴിഞ്ഞപ്പോ കുറഞ്ഞ സംസാരിച്ചപ്പോ അദ്ദേഹം, നിങ്ങൾക്കൊക്കെ പറഞ്ഞാലറിയും, ഞാൻ പേര് പറയുന്നില്ല, മഹാൻ എന്നോട് പറഞ്ഞു, മദീനയിൽ എന്റെ സങ്കടം പറയാൻ ഒരു പ്രാവശ്യം ഞാൻ പോയിരുന്നു. വീട്ടും തെങ്ങിനെന്തോ വീണിട്ട് ഒരു ഭാഗം തകർന്നിരുന്നു. അപ്പൊ നന്നാക്കാനൊന്നും കാശ് കയ്യിലില്ല. മഴയൊക്കെ പെയ്താ വീടിന്റെ ഉള്ളിലൊക്കെ വെള്ളമെടുത്ത് പ്രശ്നമാവും, കാശുമില്ല. അപ്പൊ ഞാൻ മദീനത്തേക്ക് പോയി. ഇത്ര കഥകൾ കിതാബിൽ വായിച്ചിട്ടുണ്ട്, അതിവിടെ പറയാനെങ്കിൽ ടൈമില്ല. ഈ സംഭവം നമ്മുടെ മനസ്സിൽ കൊള്ളുന്നത് കൊണ്ടും അനുഭവമായതുകൊണ്ടും നേരിട്ട് ഞാൻ ആളെ കണ്ടതുകൊണ്ട് പറയുകയാണ്. കിതാബിൽ ഇഷ്ടം പോലെയുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ഒരു ഭിത്തിയുണ്ട്, ഒരു തറയുണ്ട്. ആ തറയിൽ മുത്തുനബിയുടെ സഹാബിമാർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ പറയാൻ എത്രയുണ്ട്. നമുക്കൊക്കെ അവിടെ അല്ലാഹു തആല എത്തിക്കുമാറാകട്ടെ. മുത്തുനബിന്റെ പിന്നിലിരുന്ന് എന്നോട് തങ്ങൾ പറയാൻ ഞാൻ കുറെ കാരണം എന്താ ഞാൻ ചൊല്ലുന്നത്, യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന. നമ്മൾ എല്ലാ ദുആന്റെ ലാസ്റ്റ് പറയുന്നതാണ്, പ്രച്ചവനെ മുസ്തഫ നബിയെ കൊണ്ട് ഞങ്ങളെ ഈ ഉദ്ദേശം പൂർത്തീകരിച്ചേരണേ. ഇതാണ് ദുആ. ബല്ലിഗ്നി എത്തിച്ചേരണ മഖാസിദന, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ. വഗ്ഫിർ ലനാ മാ മദ, കഴിഞ്ഞതൊക്കെ പൂർത്തീകരണേ അല്ലാഹ്. യാ വാസിയൽ കറം, വിശാലമായ അനുഗ്രഹം ചെയ്യുന്ന നാഥ എന്നിങ്ങനെ നമ്മൾ ചൊല്ലാറുണ്ട്. 3 വട്ടമൊക്കെ നമ്മൾ ചൊല്ലൊരു സാധുവിയും. അതൊക്കെ നിലനിർത്തണം. അതൊന്നും നമുക്ക് ടൈം വൈകുന്നതായി കാണരുത്. ഇത്രയും ദിവസങ്ങൾ, ഇത്രയും വേദികൾ, ഒരു ദിനം മദീനയിലേക്ക് മനസ്സ് പോകുന്ന ദിവസം. അൽഹംദുലില്ലാഹ്, ഇത് സംഘടിപ്പിച്ചവർക്ക് അല്ലാഹു എല്ലാ മഗ്ഫിറത്തും ബർക്കത്തും നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളാണ് ഇവിടെ ഉള്ളതെന്ന്? നമ്മൾ മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ, ഔലിയാക്കൾ, സാലിഹീങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലേക്ക് നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നു. അല്ലാഹു തആല നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് അവരെ ബർക്കത്ത് നൽകുമാറാകട്ടെ. മുത്തുനബിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹി ലാഫി തങ്ങൾ പറയുന്നു, അവിടുത്തെ ഖുലാസത്തുൽ മഫാഖിർ എന്ന ഗ്രന്ഥത്തിൽ എന്റെ കിതാബ് ഇർഷാദുൽ ലാഫി റൗളു റയാഹിനൊക്കെ ഞാൻ റൗളയിൽ വെച്ച് ദർസ് നടത്തിയിരുന്നു. മഹാനവർ അവിടുത്തെ മുദരിസായിരുന്നു. മഹാനവർ അവിടുത്തെ ഖുലാസത്തുൽ മഫാഖിർ പറയുന്നുണ്ട്, ഞാൻ നേരെ വായിച്ചതാ. അതിൽ കാണാം, ഞാൻ ഈ കിതാബൊക്കെ ദർസ് നടത്തി കഴിഞ്ഞപ്പോ യമനിലെ ഒരു മഹാൻ, ഒരു വലിയ എനിക്ക് പരിചയമുള്ള ഒരു മഹാൻ അവിടെ ഉണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, യാഫി അബ്ദുള്ള, നിങ്ങളുടെ ഇന്നത്തെ ക്ലാസ്സിൽ മുത്തുനബിയും സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും ഇരുന്നിരുന്നു. നിങ്ങളുടെ സംസാരങ്ങൾ കേട്ട് അവരിടക്കിടക്ക് പുഞ്ചിരിച്ചിരുന്നു. നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുദൂർ വലിയ വലിയ സദസ്സുകളിൽ, ആത്മാർത്ഥതയോടുകൂടെ സംഘടിപ്പിക്കപ്പെട്ട സദസ്സുകളിൽ ഉണ്ടായിരിക്കും. ഉമ്മമാരെ സന്തോഷിക്കുക. നിങ്ങൾ ഇതിലേക്ക് എന്ത് കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ലാഭമാണ്, ഒന്നും നഷ്ടത്തിലില്ല. അല്ലാഹു ഇങ്ങനെ ഇതൊക്കെ നിലനിർത്താൻ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ തൗഫീഖ് ചെയ്യട്ടെ. ഇനി നമുക്ക് ടൈം വൈകരുത്. ബഹുമാനപ്പെട്ട തങ്ങൾ ബാബ വന്നിട്ട് മദീനയിലേക്ക് നമ്മുടെ നയിക്കുന്ന ദുആ നടത്താൻ പോകുന്നു. കൂരിപ്പീഠങ്ങൾ ബാബ കമാലിയ സ്വലാത്തിന്റെ റിയാള് കൂടി ആളാ, 3 പ്രാവശ്യത്തെ റിയാള് കൂടി, 1 മദീനയിലേക്ക് കൂടി, അത് കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിയാള് കൂടിയാളാ. തവാഫ് ചെയ്യുമ്പോൾ വിടാൻ കഴിയില്ല. ഞാൻ തങ്ങൾ ബാബ എനിക്ക് ജാസ്തി വാങ്ങിയിട്ടുണ്ട്, എനിക്ക് തവാഫ് ചെയ്യുമ്പോൾ വിടാൻ കഴിഞ്ഞിട്ടില്ല. കഴിയൂലത്. 4 മണിക്കൂർ നേരം തവാഫ് ചെയ്യണം ഒരേ നേരത്തെ, എന്നാലേ ചെയ്യുള്ളൂ. അത് ചെയ്ത ആളാ ബഹുമാനപ്പെട്ട കൂരിപ്പീ തങ്ങളെ വെറുതെ കെട്ട് കൊണ്ടുവന്നുണ്ടാക്കിയതല്ല. പലർക്കും പല പ്രശ്നങ്ങളാ. തങ്ങളാപ്പ ചെറിയ ആളല്ല. അവരെ നാവുകൊണ്ടെന്തെങ്കിലും കിട്ടിയ ഫലാണ്. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 1 മുതൽ മൗലിദിന്റെ സദസ്സിൽ വെക്കുകയും 12 പ്രത്യേകം വെക്കുകയും ഇനി തങ്ങൾ പാപ്പാന്റെ കൈ കൊണ്ട് നൽകുകയും ചെയ്യപ്പെടുന്ന തേൻ ഇവിടെ കൊടുക്കും ഇൻഷാ അല്ലാഹ്. അതൊക്കെ ജനങ്ങൾക്ക് ബർക്കത്തിന് വേണ്ടി കൊടുക്കുക. അതൊക്കെ വാങ്ങണം, ശിഫക്ക് വേണ്ടി വാങ്ങണം. ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന്റെ കുട്ടികൾ സഖാഫിമാര് മന്ത്രിച്ച തേൻ കൊണ്ടുവന്നപ്പോ ഞാൻ 2 ദിവസം ഓരോ ബോട്ടൽ വാങ്ങിയിട്ട് ഞാൻ പെരി കൊണ്ടാൻ വേറൊന്നും വാങ്ങി. എന്നിട്ട് അവിടെ നിന്നാണ് കുടിച്ച് എനിക്ക് ശിഫ തരണം അല്ലാണ്ട്. അപ്പിന്റെ അടുത്തുള്ളവരൊക്കെ കൈയാട്ടി അവർക്ക് കൊടുത്തു. ഞാനിത് പറയില്ല, നമ്മളതിനൊക്കെ ഉള്ളതാണ്. ഞമ്മക്കാവുമ്പോ ഇത് നിങ്ങൾക്ക് ഇതൊരു കാശിന്റെ പരിപാടിയാണോ? അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കരുത്. കാശിന്റെ പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ കാശ് വേണോ ഇതില്? അത് വേറെ കാര്യം. ഇതൊക്കെ ബറക്കത്തിന്റെ സംഗതികളാണെന്ന് മനസ്സിലാക്കണം. അതിനൊക്കെ രേഖാമൂലം ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് പറയാൻ ഈ ചെറിയ അറിവിന് കഴിയും, പക്ഷെ കഴിയില്ല. അങ്ങനെ വെച്ചതിന് ബർക്കത്തുണ്ടോ, വെച്ചിട്ട് കിട്ടുമോ, അതിന് ഫലം കിട്ടുമോ, അത് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ പറയാൻ കിതാബിൽ രേഖയുണ്ട്. കിതാബ് നോക്കണം.
എനിക്ക് കിതാബ് എന്ന സാധനം തൊടൂല. മറ്റവനെ കുറ്റം പറഞ്ഞ് അവിടെ സ്റ്റേജ് കയറി ഇവരെ പേര് അടപടപട പറഞ്ഞ് അള്ളില്ല റസൂലില്ലാതെ ഈമാൻ തെറ്റുന്ന കൗമായി മാറിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അന്തിര ചന്ദിരനോ അന്തരി സിന്ധുമ മന്ത്രമതോ വന്തിര പൊന്തിയതോ സ്വന്തലി സിന്ധുമഗന്ധമതോ ഇതിന്റെ വരികളാണ്. ഇങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി ഇങ്ങനെ പാട്ടൊക്കെ ഉണ്ടാക്കപ്പോ ഓരോന്ന് കുറെ പാടി തീരുവോ? നാളെ തീർച്ചുള്ളതല്ലേ, രാത്രി കുറെ ഒക്കെ ഉണ്ടാവുമ്പോ പിന്നൊരു വരിയുണ്ട്, അതാണ് പാടും. മുത്ത് നബിയുടെ മധുഹുകൾ പാടി അവസാനമില്ലെന്നതോർക്കട്ടെ മുത്തായ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ അല്ലാഹു നമ്മളെ കൂട്ടട്ടെ. ഇതും പറഞ്ഞിട്ടാണ് നിർത്തും. ലാന്ത് കാട്ടാനാ എന്ന് പറഞ്ഞാലും എനിക്ക് പറയാനുള്ളൂ. ഞാൻ കുറെ പറയാൻ വിചാരിക്കുന്നു, എഴുതിയതൊന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞതൊന്നും എഴുതിയിട്ടില്ല. തങ്ങൾ പാപ്പ വന്ന് അൽഹംദുലില്ലാഹ് ഇനി അവരെത്തിയിട്ട് കൂടുതൽ നേരം പറയാൻ പറ്റില്ല, ഞാനിത് പൂർത്തിയാക്കുന്നു. അപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ യാ റബ്ബി ബിൽ മുസ്തഫ, നബിയേ നബിയെ എന്നുള്ള വാക്കാളോ, അള്ളാഹുവേ എനിക്ക് ഇതിന് ഉത്തരം ചെയ്യണം. ഇതിങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നോട് പറയാണ്, ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ അടുത്ത് ഞാൻ അനുഭവപ്പെടുന്നു, ഒരാൾ വന്നിരുന്നിട്ടുണ്ട്, ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ കൈകൊണ്ട് ഇങ്ങനെ തൊട്ടാ കാണുന്നില്ല, തൊട്ടാത്ത കൈകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തട്ടുന്നില്ല ദേഹത്ത്. അങ്ങനത്തെ ഒരാൾ നിസ്കരിക്കുന്നു, ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. എന്റെ അടുത്ത് ആളെ ഞാൻ ഇങ്ങനെ ഒരു രൂപം കാണുന്നുണ്ട്, പക്ഷെ കൈയോട് തൊടുമ്പോ ആളില്ല. അങ്ങനെ കുറെ റക്അത്തുകൾ നിസ്കരിച്ചു. ഇതിനോട് നേരിട്ട് അനുഭവിച്ച സയ്യിദ് പറഞ്ഞതാണ്. ജിസ്രി കുടുംബത്തിലൊരു സയ്യിദാണ്. അതാ പിടിക്കുകയാണ്, പിടിച്ച് എന്തോ ആ കയ്യിലുണ്ട്, അതെന്റെ കയ്യിൽ വെക്കുന്നു. ഞാൻ ആളെ തെരഞ്ഞിട്ട് കാണുന്നില്ല, ആളവിടെ ഒന്നുമില്ല. ആദ്യവും നല്ലപോലെ കണ്ടിട്ടില്ല. സഹോദരന്മാരെ നേരെ കാഴ്ച കാണാൻ പറ്റിയ വേദിയാണ്, ഇരുട്ടല്ല. അങ്ങനെ ഞാൻ നോക്കുമ്പോ അത് 500 റിയാലുകളാണ്. ഞാൻ തങ്ങളാപ്പാനോട് ചോദിച്ചു, എത്ര രൂപ ഉണ്ടായിരുന്നു? ഇന്ത്യൻ പൈസ 50,000 രൂപ ഉണ്ടായിരുന്നു. സഹോദരന്മാരെ, കഥകളല്ലല്ലോ പറയുന്നത്, മദീന നമുക്ക് ഏതൊരു വിഷയത്തിനും പറ്റിയ ലോകമാണ്. ഇഷ്ടംപോലെ മഹാന്മാരുടെ അനുഭവങ്ങൾ പറയാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല.